ഹായ് കൂട്ടുകാരി, വൈകുന്നേരത്തെ ടി വി അങ്ങോട്ട് തുറന്നു വെച്ചോണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കണതില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ളത് ഇട്ട് നിൽക്കാൻ ടി വി ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പുറത്തുള്ള മ്യൂസിക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോപ്പറേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ കേസ് നമ്മളെ കട്ടിലൊക്കെ നമ്മളങ്ങോട്ട് ചരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കട്ടിൽ ഇനി അപ്പുറത്തെ യൂക്കി കൊണ്ട് നീക്കണം, 2 ജനലിൻ്റെ അവിടേക്ക്, അങ്ങനെയായിട്ട് പരിപാടി. ഇന്നിപ്പോൾ ഏതായാലും ഇങ്ങനെ ആക്കി വെച്ചു. ഇങ്ങനെ ആക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ചെറിയ ആൾ മുട്ടുത്തി എല്ലായിടത്തേക്കും എത്തുന്ന ആളാട്ടോ. അവൻ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവന് നിലത്തേക്ക് വീഴുന്നുള്ളൊരു പേടിച്ചിട്ടാണ്. പിന്നെ ബാക്കി എന്താ അങ്ങനെ മറച്ച് കെട്ടി ഇതാക്കാനുള്ളതൊന്നും നമുക്ക് സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കട്ടിലിൻ്റെ അവിടെ അങ്ങനെ മറച്ച് കെട്ടി ചെയ്തത് അത് നമ്മളെ ബിജുവേട്ടൻ ഉണ്ടല്ലോ, കെയിൽ ബ്രോ ബിജുവേട്ടൻ്റെ ഇതിലുള്ള കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ചാരു അതെ അമ്മയുടെ കൂടെയാണ് ഉറങ്ങാറ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ, ഓള് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ 2 കിണുങ്ങാമണികളൊന്ന് ഉറക്കണം, ദേവൂട്ടന് ചാരുവിന്. അപ്പോൾ അതിനുള്ള പുറപ്പാടാണ്ട്. അപ്പോൾ ഓൾ അതിൻ്റെ ഇടയിലേക്ക് വെള്ളം വേണോ പറഞ്ഞു ദേവൂട്ടൻ മുട്ടുത്തി അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പം അച്ഛൻ ഇവിടെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം സമയം ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. അമ്മയും ബാറും ഉറങ്ങാൻ വേണ്ടി പോയി. പിന്നെ ഓനവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ അടുത്ത്. എൻ്റെ അടുത്ത് വരാനുള്ള ചാട്ടത്തിലാണ്. പിന്നെ ഞാൻ ദേവൂട്ടനടുത്തതിൻ്റെ സങ്കടത്തിൽ വാതിലിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന എൻ്റെ ചിന്തിരി മണി എൻ്റെ ചാരുക്കുട്ടിയിട്ടോ. ഏകദേശം അവൾക്കറിയില്ലേ, ദേവൂട്ടനും തമ്മിൽ 1.5 വയസ്സിൻ്റെ ഗ്യാപ്പാണുള്ളത്. ഒക്കെ ചെറിയ മക്കൾ തന്നെയാണ് കേട്ടോ. കേസ് ഒരുപാട് വൈകിയെങ്കിലും ഇപ്പോൾ അതാ 3 കൺമണികളായി എനിക്ക്. മൂന്നാളെ നോക്കാന്ന് പറയണത് ഒരു പാട് തന്നെയാണ് കേട്ടോ. രാവിലെ ചാരു പിന്നെ അംഗൻവാടിക്ക് പോയി കഴിഞ്ഞ് പിന്നെ എന്താ പാറു അംഗൻവാടിക്ക് പോയി കഴിഞ്ഞ് ചാരുവിനും ദേവൂട്ടിനും പിന്നെ അങ്ങനെ ഒരു നോട്ടം തന്നെയാണ്. പിന്നെ എന്താ വെള്ളത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടമാണ് രണ്ടാക്കും പരിപാടി, പാറുവിനും ചാരുവിനും. അതൊക്കെയാണ് ഭയങ്കര പ്രശ്നമായിട്ടുള്ളത് കേട്ടോ. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഫോൺ അവിടെ വെച്ച് പറഞ്ഞു, ഫോണുമ്പോൾ തൊടല്ലേ കുഞ്ഞേ, അമ്മ വീഡിയോ ചെയ്യാണ് കേട്ടോ പറഞ്ഞു. നമുക്ക് ഞാൻ പിന്നെ പ്രത്യേകിച്ചൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ എന്നല്ലല്ലോ കൂട്ടുകാരെ. ഏതായാലും എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്നോ, നമ്മൾ WCCയുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട് കോഴിക്കോട് വെച്ചിട്ട്, നമ്മളെ ഈ വരുന്ന ഡിസംബർ 28-ാം തീയതി കേട്ടോ. ഒട്ടനവധി കമ്പനികളുടെ നേതൃത്വത്തിലാണ് കേട്ടോ പരിപാടി നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനിൽ എനിക്കും എന്താ അവസരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാ ജില്ലകളിൽ നിന്നുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്. കേരളത്തിലെ നമ്പർ 1 എന്താ യൂട്യൂബേഴ്സിൻ്റെയും അതുപോലെ തന്നെ മീഡിയ ഇതായിട്ട് ചെയ്യുന്നവരുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണ് കേട്ടോ WCC. ഏതായാലും ഒരുപാട് സന്തോഷം അതിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം തന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ആണ് കേട്ടോ. എല്ലാവരോടും നന്ദി പറയുന്നു. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ എനിക്കറിയില്ലെങ്കിലും എല്ലാ ആളുകളോടും നന്ദി പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ മറ്റോന്ന് അത് അവിടെ കൊട്ടക്കം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഓനവിടെ കിടന്നിരുന്നാണ്ട് കളിച്ച് ചിരിക്കുക കേട്ടോ. ഓനിങ്ങനെ ചാടുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇങ്ങനെ ഇപ്പം കാണുന്നുണ്ടെങ്കിൽ അപ്പം ചിരിക്കും കേട്ടോ. വലിയതായിട്ട് പരിക്ക് പറ്റൂലേ, അത് പറ്റാതിരിക്കട്ടേക്ക്, വലിയതായിട്ട് പരിക്ക് പറ്റുമ്പോൾ വിചാരിച്ചിട്ടാണ് ഈ ഒരു കട്ടിലിനെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇനി ചാരുവിനെയും കൂടി ഉറക്കി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കൊച്ച് വീഡിയോ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് നിൽക്കാൻ കേട്ടോ. അപ്പോൾ അതിനിടയിൽ കൂടെ ചാരു ഉറങ്ങാറ്. അപ്പം ഉറക്കാൻ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ 2 ആളെയും ഉറക്കണം എന്നുണ്ടെങ്കിൽ ഒരു പാണി തന്നെയാണ് കേട്ടോ. ഞാനൊക്കെ ഉറക്കം വന്നിട്ട് മൂത്താപ്പായി കഴിഞ്ഞാലും ഓൻ ഉറങ്ങുന്നുണ്ടാവില്ല കേട്ടോ. ഇട്ടാണെങ്കിലോ കണ്ണൂർന്ന് കിടക്കണം, പേടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടൽ. പാറുണ്ടായി ഒരു തവണ, ഞാനൊരു ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. എൻ്റെ മേത്ത് കൂടെയാണ് മറിഞ്ഞ കുട്ടി, ചെറിയ കുട്ടിയായ സമയത്ത് ഈ ദേവൂട്ടൻ്റെ പ്രായം 8-ാം മാസമൊക്കെ ആയ സമയത്ത് കട്ടിൽ വന്നൊരു വീഴലുണ്ടായി എനിക്ക്. വന്നിട്ട് അതിന് ശേഷം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. നമ്മൾ കുട്ടികളെ അപ്പോൾ ഞാൻ ചാരു ചെറിയ സമയത്തായപ്പോഴും ഞാനിങ്ങനെ ഇതേപോലെ കട്ടിൽ ഇതേപോലെ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിൽ. അങ്ങനെ ഉറക്കം കൊടുന്ന കുട്ടികൾക്ക് 2ആൾക്കും ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കേസ്. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാനൊക്കെ ഇതിനെ ഇങ്ങോട്ട് ഉറക്കിയെടുത്തു. അപ്പോൾ തലേണയൊക്കെ വെച്ചുകൊണ്ട് ഇന്ന് കുറച്ച് നേരം ദേവൂട്ടനെ കൊണ്ടെടുക്കും. അപ്പോൾ ദേവൂട്ടനും ഉറക്കില്ല, പാറുവിനും ഉറക്കമില്ല, ചാരുവിനും ഉറക്കം. പാറു പിന്നെ ഉറങ്ങിപ്പോയിട്ടോ. അമ്മേനൊപ്പം പോയി കിടന്ന് പിന്നെ അങ്ങനെ ഓൾ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാരുവിനെയും ദേവൂട്ടനെയും കൂടി അങ്ങോട്ട് ഉറക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊരു വലിയ കണ്ടൻറ്റ് ക്രിയേറ്റർ അല്ല കേട്ടോ ഞാൻ.
കണ്ടൻറ്റ് നോക്കി വീഡിയോ കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ ഒരു മെച്ചം ഉണ്ടാവില്ല. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ആളുകളെ ആയിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ പിന്നെ നമ്മൾ വിശേഷവും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ കൂട്ടുകാർ. എന്തായാലും ഒത്തിരി ആളുകൾ, കാരണം നമുക്കിപ്പോൾ ഒരു 11K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ ആരും വീഡിയോ കാണാറില്ല എന്ന് തോന്നുന്നു. കാരണം പല ആളുകളും പല ഇതിലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, എൻ്റെ 2 മക്കളെ കിടത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്ന പിറ്റേ ദിവസമാണ് കേട്ടോ, രാവിലെ ഉള്ളതാണ്. നമ്മൾ ചായ കുടിക്കൽ പരിപാടി കാര്യങ്ങളൊക്കെ കേട്ടോ. ഇടയിൽ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് വീഡിയോ അതിൽ പതിയുന്നു. പക്ഷേ പതിയാൻ പറ്റിയില്ല. വീഡിയോ അങ്ങോട്ട് സ്റ്റെക്കായി അവിടെ സ്റ്റോപ്പായി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏതായാലും അവിടെ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ. പിന്നെ ഞാൻ തുണികളൊക്കെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു. അത് തോരയിടാൻ വേണ്ടി മേലേക്ക് പോയപ്പോൾ ഞാൻ എടുത്തൊരു ഭാഗം കേട്ടോ. നമ്മൾ വീടിൻ്റെ പുറകുവശത്തിലെ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റബ്ബർ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വീടിൻ്റെ പുറകുവശത്ത് കേട്ടോ. പിന്നെ ഇവിടെയാണ് ശീമക്കൊന്നേൻ്റെ മരം കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ വാർപ്പിൻ്റെ മുകൾ വശം എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ റോഡിലൂടെ അത്യാവശ്യം നമ്മളെ വീടുകൾക്കൊക്കെ ഉള്ള വാഹനങ്ങളൊക്കെ വരാനുള്ളൊരു വഴിയാണ്. ആദ്യം ഇതേപോലൊരു വഴി പോലും ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് ഒരു ഇട്ടൽ പോലെയായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു ഊടുവഴി പോലെയായിരുന്നു. ഇവിടെ നിന്നിട്ട് ഈ റോഡ് അവിടെ വറ്റും ഇപ്പോൾ വഴിയായിട്ടുണ്ട്. പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഈ നാട് അറിയപ്പെടുന്നത്. പൈങ്കുളങ്ങര ശിവവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഈ പൈങ്കുളങ്ങര എന്ന് പറയുന്ന ഈ നാടിനെ അറിയപ്പെടുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വാർപ്പിൻ്റെ മുകൾ വശത്തിലെ ഒരു കാഴ്ച. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം കൂടി വരുന്നത് കേട്ടോ, പൈങ്കുളങ്ങര ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മൾ വീട് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. നല്ല വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുകളിലെ കുറച്ച് കാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് എത്താനുള്ള പ്രതീക്ഷയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് കേട്ടോ. ഏതായാലും എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു ദിവസം കാണാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ, ബൈ 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 ബൈ, സീ യു. കൂടുതൽ നേരം പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഞാൻ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ ആളുകളോടും ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇത് അച്ഛൻ നട്ട വായക്കൊള്ളയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കണ്ടപ്പോൾ അതും കൂടി പറയട്ടെ എന്ന് വിചാരിച്ചതാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ തമ്പുരു.